ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീനച്ചാറാണ്. കേര മീനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 1 കിലോ കേര മീൻ എടുത്തിട്ടുണ്ട്. മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഫിഷ് ഞാൻ വറുക്കാനിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ഫിഷ് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ കോരിയെടുക്കാം. മീൻ മുഴുവനും ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ പരുവത്തിൽ വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്. ഇത് 1 കപ്പ് ഇഞ്ചിയും 1 കപ്പ് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി മീൻ വറുത്തതിൻ്റെ ബാക്കി എണ്ണയിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇടാം. ഈ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്. അതാണ് 2 സ്പൂൺ ചേർക്കുന്നത്. ഇനി ഇത് മീനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. ഇത് ഇത്രയും കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. ഒരു 3.5 ടീസ്പൂൺ കാശ്മീർ ചില്ലി. ഉലുവ ഒന്ന് ചൂടായ ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഏകദേശം 1 പിടി കറിവേപ്പിലയാണ് എടുത്തിട്ടുണ്ട് ഇവിടെ. കറിവേപ്പിലയുടെ കളർ മാറുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് എടുത്തു വച്ചേക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് തണുത്ത ശേഷം നമുക്ക് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ തിളപ്പിച്ചരച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.